ഇന്നത്തെ മറ്റൊരു വിഷയം SFIOയ്ക്ക് ഡൽഹി കോടതിയിലുണ്ടായ തിരിച്ചടിയാണ്. മാസപ്പടി കേസിൽ SFIOയ്ക്ക് ഇന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കുറ്റപത്രം നൽകില്ലെന്ന ഉറപ്പ് SFIO പാലിച്ചില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചത്. ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് ചോദിച്ചു. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നൽകും ഡി ധനസുമോദ്. ധന്യ, ഒരു കോടതിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി തന്നെ അത് കയ്യോടെ പിടികൂടിയ ഒരു രസകരമായ കാഴ്ചയാണ് ഡൽഹി ഹൈക്കോടതിയിലുണ്ടായത്. അതായത് SFIOയുടെ അന്വേഷണം, അതായത് എക്സാലോജിക്കിന്റെയുമായി ബന്ധപ്പെട്ട അന്വേഷണം റദ്ദാക്കണം, FIR റദ്ദാക്കണം, ഇവർക്ക് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ മാസങ്ങൾക്ക് മുമ്പ് സമീപിച്ചത്. കഴിഞ്ഞ വർഷമായിരുന്നു ഈ കേസ് നിലവിൽ വന്നത്. CMRLന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ FIR റദ്ദാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ FIR റദ്ദാക്കാൻ അന്ന് കേസ് പരിഗണിച്ച സുബ്രഹ്മണ്യ പ്രസാദ് എന്ന ജഡ്ജി തയ്യാറായില്ല. പകരം എന്നാണോ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി ഒരു കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം, കോടതിയെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കണം കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് വാക്കാൽ തന്നെ കോടതിക്ക് ഒരു ഉറപ്പ് നൽകിയായിരുന്നു SFIO ചെയ്തത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഈ സുബ്രഹ്മണ്യ പ്രസാദ് ജഡ്ജി അദ്ദേഹം ഈ ബെഞ്ചിൽ നിന്ന് മാറുകയും ഈ കേസ് മറ്റൊരു ജഡ്ജി കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനകം തന്നെ ഒരു മൂന്ന് ജഡ്ജിമാരുടെ മുമ്പിലാണ് ഈ കേസ് വന്നത്. പക്ഷെ പിന്നീട് കൈമാറി വന്നു കഴിഞ്ഞ ഇതിനിടയിൽ തന്നെ ഈ എറണാകുളത്ത് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ SFIO. പക്ഷേ അപ്പോൾ അതിനുശേഷം ഡൽഹിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെയാണ്, അതായത് നൽകിയ ഒരു സത്യവാങ്മൂലമല്ല, വാക്കാൽ തന്നെ ഒരു ഉറപ്പ് നൽകിയതാണ്, ഒരു കാരണവശാലും കുറ്റപത്രം കോടതിയുടെ അനുവാദമില്ലാതെ സമർപ്പിക്കില്ല എന്നുള്ള കാര്യം. ഇത് ലംഘിച്ചുകൊണ്ടാണ് കുറ്റപത്രം എറണാകുളത്ത് സമർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരള ഹൈക്കോടതി തുടർ നടപടികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ പിന്നീട് കേസെടുത്തു കഴിഞ്ഞപ്പോൾ SFIO പരാതിക്കാരോട് CMRLനോട് പറയുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു വാക്കാലുള്ള ഉറപ്പ് കോടതിക്ക് നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുന്നത്. പക്ഷേ CMRLന്റെ അഭിഭാഷകൻ പറയുന്നു ഇത് നേരത്തെ പരിഗണിച്ചിരുന്ന ജഡ്ജിയുടെ മുൻപിലാണ്, സുബ്രഹ്മണ്യ പ്രസാദിന്റെ മുൻപിലാണ് ഈ തരത്തിലുള്ള വാക്ക് നൽകിയതെന്ന് പറയുന്നു. അപ്പോൾ സംശയം തോന്നിയ, ഈ തർക്കം രൂക്ഷമായതോടെ സംശയം തോന്നിയ ആ കേസ് പരിഗണിച്ചിട്ടിരുന്ന ജഡ്ജി ഈ കേസ് പഴയ ജഡ്ജായ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു. ഇത് പലതവണ കേസ് വന്നെങ്കിൽ പോലും ഇത് കേസ് പരിഗണിക്കാനായില്ല. ഇന്നലെയും കേസ് പരിഗണിക്കാനുള്ള സമയം കിട്ടിയില്ല. ഓഡിയോയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ SFIOയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ. ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് SFIOയ്ക്ക് വിമർശനം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡീകോണിന്റെ സമയം പൂർണ്ണമാവുന്നു.